വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ. മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. ഇടത് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഇരു നേതാക്കളുടെയും ഇടപെടൽ അനിവാര്യമാണെന്നും സുധാകരൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇവരിൽ കെ. സുധാകരന് ഏറ്റവും താല്പര്യം ആരോടാണ്? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇന്റിമസി തന്നെ. പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇന്റിമസി ഇല്ലാതിരിക്കുമോ? രമേശ് ചെന്നിത്തലയുടെ എനിക്ക് അങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അവസരത്തിലും അനവസരത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാകണമെന്ന് അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? അതങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം പറയുന്നത് ശരിയല്ല. ഇതൊരു യഥാർത്ഥ ടൈമല്ല, പറയേണ്ട ഒരു സമയമല്ല. അതിന്റെ സമയമാകുമ്പോൾ ഞാനത് പറയും. KSU പ്രവർത്തകർക്കെതിരായ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ പറഞ്ഞു. താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് അവരെ സംരക്ഷിക്കാനാണ്. സംയമനത്തിന്റെ പാതയിൽ പ്രശ്നം ശാന്തമാകുന്നില്ലെങ്കിൽ പിന്നെ പ്രതിരോധിക്കുക മാത്രമാണ് ഏകമാർഗം എന്നും സുധാകരൻ പ്രതികരിച്ചു. കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എന്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്, ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എന്റെ പാർട്ടി അണികളെ പരസ്യമായി മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച്, വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന് പ്രചാരണം നടത്തിയവരോട് ഫോണിൽ വിളിച്ച് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചുവെന്ന് കെ. സുധാകരൻ പറഞ്ഞു. താങ്കളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് CPM-ന്റെയോ BJP-യുടെയോ ഒന്നും ലക്ഷ്യമല്ല. ഒന്നെങ്കിൽ താങ്കൾക്കൊപ്പമുള്ള ചിലർ, അല്ലെങ്കിൽ താങ്കളുടെ എതിർചേരിയുള്ള ചിലർ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നുള്ളൂ. ഞാൻ പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം തെറ്റായ രീതിയിൽ അത് കൊണ്ടുപോകുന്ന മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാറുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട്, എന്ത് കിട്ടി അതുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്, എന്ത് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾക്ക്? ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വല്ലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിയമസഭയിൽ താങ്കൾക്ക് ഇനിയും വരണം എന്നൊരു മനസ്സിലെ ആഗ്രഹം അങ്ങനെ ശേഷിക്കുന്നു? മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം അതൊന്നും അങ്ങനെയൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. കെ. സുധാകരനുമായി ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യൻ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം രാത്രി 9 മണിക്ക് കാണാം. പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ C. കൃഷ്ണകുമാറിന് താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് ശിവൻ. വ്യക്തിപരമായി താൽപ്പര്യമില്ലാതിരുന്നിട്ടും BJP കേന്ദ്ര ഘടകം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്നും മറിച്ചുള്ള വിവാദങ്ങൾ വെറും അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ ന്യൂസ് 18 Q18 പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പല BJP നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രസ്താവന നടത്തിയതാണല്ലോ. അതിലൊരു കഴമ്പുമില്ല എന്ന് പ്രശാന്ത് വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന BJP-യുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. BJP-യുടെ കേന്ദ്ര ഘടകത്തിന് ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ ഇത്തരത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. പല മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് അനുസരിച്ചു. പാർട്ടി തീരുമാനപ്രകാരം അദ്ദേഹം മത്സരിക്കുവാൻ തയ്യാറായി. പിന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് BJP-യുടെ ദേശീയ ഘടകം വളരെ വ്യക്തമായി തന്നെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇതേ സ്ഥാനാർത്ഥി 2000-ൽ ആദ്യമായി മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കുന്ന വാർഡ് CPM-ന്റെ കോട്ടയായിരുന്നു.
CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന വാർഡാണ്. അതുപോലെ തന്നെ മുൻ MP ആയിരുന്ന NN കൃഷ്ണദാസിന്റെ വാർഡായിരുന്നു. അവിടെ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള ആളാണ്. 2016 മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ പോയി മത്സരിച്ച് 10,000-ൽ താഴെ ഉണ്ടായിരുന്ന 5,000-നടുത്ത് വോട്ടുണ്ടായിരുന്ന BJP-യുടെ വോട്ട് ഷെയർ 50,000-നടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന മികവല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് അത് മാത്രം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. ബ്രൂവറി അനുമതിയിലെ വ്യത്യസ്ത അഭിപ്രായം CPI മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ അറിയിക്കും. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. ഇടതുമുന്നണി നേതൃത്വത്തെ എതിർപ്പ് അറിയിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രിമാർക്കും എതിരെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന പ്രതിഷേധം തണുപ്പിക്കാനാണ് ഈ നീക്കം. ബ്രൂവറി പദ്ധതിയെപ്പറ്റി അറിഞ്ഞിട്ടും അതിലെ ദോഷവശങ്ങൾ മനസ്സിലാക്കാതെ അനുമതി നൽകാൻ ഒപ്പം കൂടിയ നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ കടുത്ത അമർഷമാണ് CPIക്കുള്ളിൽ. കുടിവെള്ള ചൂഷണം, കൃഷിക്ക് പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPIയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം പദ്ധതി എതിർക്കുന്നത്. പാർട്ടിയോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമെന്ന് പറഞ്ഞ് CPM-നെ പഴിചാരി രക്ഷപ്പെടാനും കഴിയില്ല. മന്ത്രിസഭാ യോഗത്തിന്റെ തലേ ദിവസം മന്ത്രിമാർക്ക് ക്യാബിനറ്റ് നോട്ട് ലഭിച്ചു. ചൊവ്വാഴ്ചകളിലെ പതിവ് പാർട്ടി ഫ്രാക്ഷനിൽ സംസ്ഥാന സെക്രട്ടറിയോട് മന്ത്രിമാർ അഭിപ്രായവും തേടി. അതും പോരാഞ്ഞ് എക്സൈസ് മന്ത്രി MP രാജേഷ് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതൊക്കെ കൊണ്ടാണ് CPI ആദ്യം പദ്ധതി എതിർക്കാതിരുന്നത്. പക്ഷേ പാലക്കാട്ടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുന്നതും കാർഷിക മേഖലയെ താറുമാറാക്കുന്നതുമാണ് പദ്ധതി എന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി നിലപാടെടുത്തതോടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതിനാണ് പിന്തുണ കൂടുതൽ ലഭിച്ചത്. അതുകൊണ്ടാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോടും മുന്നണിയോടും ആവശ്യപ്പെടാൻ CPI തീരുമാനിച്ചത്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടെടുക്കുന്ന CPM-നും സർക്കാരിനുമുള്ള പ്രതിസന്ധിക്ക് സമാനമാണ് CPI നേതൃത്വം നേരിടുന്നതും. പറ്റിയ തെറ്റിന് പ്രായശ്ചിത്തമെന്ന വണ്ണമാണ് പ്ലാന്റ് വിരുദ്ധ നിലപാടുമായി ഇപ്പോൾ നേതൃത്വം രംഗത്ത് വരുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന ആശങ്കയും ബാക്കി. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചർച്ച എന്നു നടക്കുമെന്ന് ഉറപ്പില്ല. ചർച്ചയിൽ രണ്ടു പാർട്ടികളും നിലപാടിൽ ഉറച്ചു നിന്നാൽ മുന്നണിയിലും അത് പ്രതിസന്ധിയാകും. CPIക്കൊപ്പം RJD-യും പ്ലാന്റ് വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPM-നെ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ CPIക്കുള്ളിൽ ബിനോയ് വിശ്വത്തിനും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പുതിയ നിലപാട് പറഞ്ഞാൽ തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന ചോദ്യമാകാം മുഖ്യമന്ത്രിയിൽ നിന്നും CPM-ൽ നിന്നും ഉയരുന്നത്. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയാണ് CPM-ഉം CPI-യും ഒപ്പം മുന്നണിയും നേരിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് BJP. ആം ആദ്മി പ്രവർത്തകരെ ആക്രമിച്ച BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി.